ഒടുവിലത് സംഭവിച്ചിരിക്കുന്നു. CPM-നൊപ്പം 6 പതിറ്റാണ്ടോളം നടക്കുകയും പ്രസംഗിക്കുകയും ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന അമ്പലപ്പുഴയുടെ സ്വന്തം ജി സുധാകരൻ അദ്ദേഹം പാർട്ടിക്ക് എതിരെ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോകുന്നത് കൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ചാൽ MM മണി ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു ക്ഷീണവും ഉണ്ടാകില്ല. PK ശശി പോയാൽ ശശിക്ക് നഷ്ടം എന്ന് പറയുന്നത് പോലെ സുധാകരൻ പോയാൽ സുധാകരന് നഷ്ടം എന്ന് പറയുന്നതാകും ഉചിതം. ഇത് പാർട്ടി ലൈൻ. അദ്ദേഹത്തോട് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ജി സുധാകരനെ കണ്ട് സംസാരിക്കുകയും എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ തിരക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുന്നു ജി സുധാകരനെ മൂലയ്ക്കിരുത്തി തൊട്ടടുത്ത് വീടിന്റെ അയൽപക്കത്ത് നടന്ന പരിപാടിക്ക് പോലും ജി സുധാകരനെ ഉൾപ്പെടുത്താതിരുന്ന പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷം ജി സുധാകരൻ ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടിയെ തളർത്തുന്ന തരത്തിൽ ഇതുവരെ യാതൊരു പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിരുന്നില്ല. പാർട്ടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ പാർട്ടിയെയോ പാർട്ടി അച്ചടക്കത്തെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ അവഹേളിക്കാനില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അധികാര കൊതി മൂത്താണ് മത്സരിക്കുന്നതെന്ന CPM വിമർശനത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നതെന്ന് കേൾക്കുമ്പോഴാണ് അതിനകത്തുള്ള ഒരു രാഷ്ട്രീയ സാഹിത്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റെല്ലാവരും മത്സരിക്കുന്നത് അധികാര കൊതി കൊണ്ടല്ല, സന്യസിക്കാൻ വേണ്ടിയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. തന്നെ വ്യക്തിഹത്യ നടത്തുകയും തന്റെ രക്തസാക്ഷിയായ അനുജനെ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, തന്റെ അപ്പനെ പോലും തന്റെ തന്തയ്ക്ക് പോലും വിളിക്കുന്ന ആളുകൾ പാർട്ടിയിലുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ വളരുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ. പാർട്ടി തണൽ പറ്റി, ചെങ്കൊടിയുടെ തണൽ പറ്റി പൊളിറ്റിക്കൽ ക്രിമിനലുകൾ വളരുന്നത് ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവരെ വളർത്താൻ പാടില്ല. അവർ വളരുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും, അപമാനമുണ്ടാക്കും. അവരെ തളർത്തുക, അതിനാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ജി സുധാകരൻ പ്രഖ്യാപിക്കുമ്പോൾ അതിന് CPM-കാരും CPM അനുകൂലികളുമൊക്കെ ഒരു പക്ഷേ എങ്കിൽ ജയ് വിളിച്ചു പോകും എന്നതിൽ ഒരു തർക്കവുമില്ല. അതിനെ നേരിടാൻ CPM ഇനി VS-ന്റെ മകൻ VS അരുൺകുമാറിനെ കൊണ്ട് മത്സരിപ്പിച്ചാൽ പോലും അത് ഒരു പക്ഷേ എങ്കിൽ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും CPM നേരിടാൻ പോകുന്നത്. ഇനിയിപ്പോ UDF-ന്റെ സ്വാഭാവികമായ പിന്തുണ ജി സുധാകരന് ഉണ്ടാകും. UDF അവിടെ ഒരു പക്ഷേ എങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയുമില്ല. മറ്റ് സമുദായ സംഘടനകൾ, അതിൽ NSS-നെ ഇന്ന് പേരെടുത്ത് പറഞ്ഞ തന്റെ അനുജന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചില NSS ഗുണ്ടകൾ, അവർക്കിപ്പോ യാതൊരു പാർട്ടിയുമായും ബന്ധമില്ലെങ്കിൽ കൂടി അവരൊക്കെ ആയിരുന്നു അന്ന് മാടമ്പിമാരായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ എങ്കിൽ NSS-ന്റെ കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാതെ പോകുമോ എന്ന് ചിന്തിച്ചാൽ മതി. എങ്കിലും 2000-ഓളം ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തന്നെ 2000-ഓളം കുടുംബങ്ങൾ തന്നെ ആ അമ്പലപ്പുഴ മേഖലയിൽ ഉണ്ട് എന്ന് അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. ഈ വ്യക്തിഹത്യക്കും തന്റെ കുടുംബഹത്യക്കും കുടുംബത്തെ ഒന്നടങ്കം അപമാനിക്കുകയും ചെയ്യുന്ന ഈ അപമാനം സഹിച്ച് ഇരുന്നിട്ട് അധികാര കൊതിയനാണ് സുധാകരൻ എന്ന ആക്ഷേപം കേട്ടിട്ട് സുധാഗുരു എന്ന് അധിക്ഷേപിച്ചിട്ട് ചുമ്മാ ഇരിക്കുന്ന ശരിയല്ലല്ലോ. എന്നാൽ പിന്നെ ഒന്ന് സ്വതന്ത്രനായി മത്സരിച്ചേക്കാം എന്ന് പറയുകയാണ് ജി സുധാകരൻ. ഒരു പക്ഷേ എന്നല്ല, ജി സുധാകരനെ ഈ ഇളക്കി വിട്ടത് മുഴുവൻ CPM ചേരിയിൽ നിൽക്കുന്ന ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് എന്ന് പറയുന്നതാകും ഉചിതം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിക്കുമൊക്കെ അത്രയധികം ഇഷ്ടമുള്ള നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരനെതിരെ പാർട്ടി തലത്തിൽ കൊടുത്ത പരാതിക്ക് ഇലക്ഷന് കാലുവാരി എന്ന് പറഞ്ഞ പരാതിക്ക് അദ്ദേഹത്തെ താക്കീത് ശേഷം പിണറായി വിജയൻ AKG സെന്ററിൽ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചു ചോദിച്ചു. ഇലക്ഷന് അയാൾ ജയിച്ചു, 11,000 വോട്ടിലധികം ഭൂരിപക്ഷം കിട്ടി, പിന്നെ തനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ അയാൾ പരാതി കൊടുത്തത്? അറിയില്ല. അങ്ങനെ കള്ളപ്പരാതി കൊടുത്ത് അവമതിപ്പുണ്ടാക്കി അപമാനിതനാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവ് തന്നെ ശ്രമിച്ചതായും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ഏതായാലും ഈ ആലപ്പുഴയിലെ കടുത്ത വിഭാഗീയതയ്ക്കെതിരെ ഒരിക്കൽ വാളോങ്ങിയ പിണറായി വീണ്ടും ഈ വിഭാഗീയതയ്ക്ക് ഇരയാവുകയും പ്രത്യക്ഷ പോരാളിയാക്കി ജി സുധാകരനെ മാറ്റുകയും ചെയ്ത ആ വിഭാഗീയതയ്ക്കെതിരെ ഒരിക്കൽ കൂടി വാളോങ്ങേണ്ടി വരും. ചില ആളുകളെയൊക്കെ താക്കീത് ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന വോട്ടെടുപ്പിൽ ഏറ്റവും നിർണായകമായ തിരിച്ചടി ഒരു പക്ഷേ എങ്കിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാവുക ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് തന്നെയാകും എന്നതിൽ ഒരു തർക്കവും വേണ്ട.